പാതിവില തട്ടിപ്പ് കേസുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്തിന്റെ 12 ഇടങ്ങളിൽ ഇഡിയുടെ റെയ്ഡ് നടന്നുകൊണ്ടിരിക്കുകയാണ്. നമസ്കാരം. പാതിവില തട്ടിപ്പ് കേസുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്തിന്റെ 12 ഇടങ്ങളിൽ ഇഡിയുടെ റെയ്ഡ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ തിരുവനന്തപുരത്തെ ആനന്ദകുമാറിന്റെ വീട്ടിലും സായി ഗ്രാമം ഓഫീസിലും ഇപ്പോൾ ഇഡിയുടെ റെയ്ഡ് പുരോഗമിച്ച് കൊണ്ടിരിക്കുകയാണ്. സായി ട്രസ്റ്റ് ചെയർമാൻ ആനന്ദകുമാറിന്റെ വീട്ടിലും അതുകൂടാതെ കോൺഗ്രസ് നേതാവ് ലാലി വിൻസെന്റിന്റെ വീട്ടിലുമാണ് ഇഡി റെയ്ഡ് പ്രധാനമായി നടക്കുന്നത്. അനന്തകൃഷ്ണന്റെ വീട്ടിലും NGO കോൺഫെഡറേഷന്റെ ഓഫീസിലും പരിശോധനയുണ്ട്. ആനന്ദകുമാറിന്റെ വീടിനോട് ചേർന്നുള്ള സായി ഗ്രാമത്തിന്റെ ഈ കാണുന്ന ദൃശ്യങ്ങളിൽ കാണുന്ന ഈ ഒരു ഓഫീസിലും ഇഡി ഉദ്യോഗസ്ഥർ നിലവിൽ എത്തിയിട്ടുണ്ട്. ഇഡിയുടെ കൊച്ചി ഓഫീസാണ് ഈ ഒരു റെയ്ഡ് നടത്തുന്നത്. ആനന്ദകുമാറിന് തട്ടിപ്പിൽ മുഖ്യ പങ്ക് എന്നാണ് ഇഡിയുടെ നിലവിലുള്ള വിലയിരുത്തൽ. പദ്ധതി നടപ്പിലാക്കിയ ഏജൻസികളുടെ ഓഫീസിലും ഇഡി ഉദ്യോഗസ്ഥർ എത്തി എന്നാണ് നിലവിൽ ലഭിക്കുന്ന വിവരം. അന്വേഷണത്തിന്റെ ഭാഗമായി തട്ടിപ്പിന് ഇരയായവരുടെ മൊഴി ഇഡി എടുത്തിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇന്നത്തെ റെയ്ഡ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഇഡിയും ഈ കേസിൽ ഇടപെട്ടിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ആനന്ദകുമാറിൻ്റെ വീടിന് മുൻവശത്താണ്. ഇവിടെയാണ് ഇപ്പോൾ ഇഡിയുടെ റെയ്ഡ് പുരോഗമിച്ച് കൊണ്ടിരിക്കുന്നത്. ക്രൈംബ്രാഞ്ചിൻ്റെ അന്വേഷണം പുരോഗമിക്കവെയാണ് ഇഡിയുടെ സജീവമായി ഈ കേസിൽ ഇഡിയുടെ ഇടപെടൽ എന്നത് ഏറെ ശ്രദ്ധേയമായൊരു കാര്യം തന്നെയാണ്. പാതിവില തട്ടിപ്പ് കേസിൽ അറസ്റ്റിലായ അനന്തകൃഷ്ണന് വിവിധ ബാങ്കുകളിലായി 21 അക്കൗണ്ടുകൾ ഉണ്ട് എന്ന് ക്രൈംബ്രാഞ്ച് കഴിഞ്ഞ ദിവസം കോടതിയിൽ വ്യക്തമാക്കിയിരുന്നു. സോഷ്യൽ ബി വെഞ്ചേഴ്സ് എന്ന അനന്തുവിൻ്റെ സ്ഥാപനത്തിൻ്റെ പേരിലുള്ള 11 അക്കൗണ്ടുകൾ വഴി മാത്രം 548 കോടി രൂപ അനന്തകൃഷ്ണൻ ലഭിച്ചു എന്നാണ് ക്രൈംബ്രാഞ്ചിന് നിലവിൽ ലഭിച്ച വിവരം. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ്, ഇതിന് പിന്നാലെ കൂടിയാണ് ഇപ്പോൾ ഇഡിയുടെ പരിശോധനയും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. കൂടാതെ ഇരുചക്ര വാഹനം നൽകാമെന്ന് വാഗ്ദാനം നൽകി 20,163 പേരിൽ നിന്നായി 60,000 രൂപ വീതവും 4,035 പേരിൽ നിന്നും 56,000 രൂപ വീതവും വാങ്ങിയതിലൂടെ 143.5 കോടി രൂപയും അനന്തുവിൻ്റെ അക്കൗണ്ടിൽ എത്തി എന്നാണ് ക്രൈംബ്രാഞ്ച് പ്രാഥമിക അന്വേഷണത്തിൽ കോടതിയിൽ അറിയിച്ചിരിക്കുന്നത്. കസ്റ്റഡി അപേക്ഷയിലെ പ്രാഥമിക വിവരങ്ങൾ മാത്രമാണ് ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്ത് വന്നിരിക്കുന്നത്. 548 കോടി രൂപയുടെ ഉറവിടം സംബന്ധിച്ചും കേസിൽ കൂടുതൽ പേർ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നത് സംബന്ധിച്ചും വ്യക്തത ലഭിക്കേണ്ടതുണ്ട്. പണം പോയ വഴിയിലേക്ക് ഇപ്പോഴും അന്വേഷണം നടന്നിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യമായൊരു സംഭവം. ഇതിന് പിന്നാലെയാണ് ഇഡിയുടെ റെയ്ഡും ഇപ്പോൾ പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇതേക്കുറിച്ച് വ്യക്തത വന്നാൽ തട്ടിപ്പിൻ്റെ വ്യാപ്തി വീണ്ടും വർദ്ധിക്കാനാണ് സാധ്യത. തട്ടിപ്പ് തുകയെല്ലാം എന്തിനാണ് വിനിയോഗിച്ചത് എന്നതിലും വ്യക്തതയില്ല. ഇതെല്ലാം ചൂണ്ടിക്കാട്ടി 5 ദിവസത്തേക്കാണ് അനന്തകൃഷ്ണനെ ക്രൈംബ്രാഞ്ച് കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത്. പാതിവില തട്ടിപ്പ് കേസിലെ മുഖ്യ പ്രതികളിൽ ഒരാളായ സായിഗ്രാം ട്രസ്റ്റ് ചെയർമാൻ ആനന്ദകുമാറിൻ്റെ ജാമ്യാപേക്ഷ ഇന്ന് കോടതി പരിഗണിക്കുകയും ചെയ്യും. ആനന്ദകുമാർ ദേശീയ NGO കോൺഫെഡറേഷൻ്റെ കീഴിലുള്ള സ്ഥാപനങ്ങൾ വഴിയാണ് പാതിവില തട്ടിപ്പ് വലിയ രീതിയിൽ നടന്നിരിക്കുന്നത്. തനിക്ക് തട്ടിപ്പിൽ പങ്കില്ല എന്ന ആനന്ദകുമാറിൻ്റെ വാദം തള്ളി ക്രൈംബ്രാഞ്ച് ഇന്ന് കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിക്കും. പാതിവില പദ്ധതിയുടെ മുഖ്യ ആസൂത്രകൻ ആനന്ദകുമാറാണ് എന്ന് ക്രൈംബ്രാഞ്ച് ഇന്ന് കോടതിയെ അറിയിക്കുകയും ചെയ്യും. NGO കോൺഫെഡറേഷനിൽ നിന്ന് ആനന്ദകുമാർ പണം വാങ്ങിയതിന് തെളിവ് ലഭിച്ചിട്ടുണ്ട് എന്നും ക്രൈംബ്രാഞ്ച് ഇന്ന് കോടതിയെ അറിയിക്കും. തിരുവനന്തപുരം അഡീഷണൽ സെഷൻസ് കോടതിയാണ് ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത്. ഇതിന് പിന്നാലെയാണ് ഇഡിയുടെ റെയ്ഡും എന്നതും ശ്രദ്ധേയമാണ്. ഇതുവരെയുള്ള അന്വേഷണത്തിൽ 4.25 കോടി രൂപ മാത്രമാണ് അനന്തകൃഷ്ണന്റെ അക്കൗണ്ടിൽ നിന്ന് അന്വേഷണ സംഘത്തിന് കണ്ടെത്താൻ സാധിച്ചിരിക്കുന്നത്. കുറച്ച് ഇരുചക്ര വാഹനങ്ങളും ലാപ്ടോപ്പുകളും വിതരണം ചെയ്തിരുന്നു. കൂടാതെ കുറച്ച് ഭൂമിയും വാങ്ങിയിട്ടുമുണ്ട്. ബാക്കി തുക എങ്ങനെ വിനിയോഗിച്ചു എന്നതിൽ വ്യക്തമായ വിവരം ലഭിക്കണം എങ്കിൽ വിശദമായ തെളിവെടുപ്പ് ആവശ്യമാണ് എന്നാണ് ക്രൈംബ്രാഞ്ചിൻ്റെ വാദം. തിരഞ്ഞെടുപ്പിനും മറ്റുമായി രാഷ്ട്രീയ നേതാക്കൾക്ക് പണം കൈമാറി എന്ന തരത്തിലുള്ള വിവരങ്ങൾ പുറത്തു വരികയും ചെയ്തിരുന്നു. ഇവർക്ക് തട്ടിപ്പുമായി ബന്ധമുണ്ട് എന്നും ആരോപണം ഉയർന്നിരുന്നു. ഇതിലെല്ലാം കൂടുതൽ വ്യക്തത വരുത്തുന്നതിന് കൂടുതൽ ചോദ്യം ചെയ്യലും തെളിവെടുപ്പും അത്യാവശ്യമാണ് എന്നും ക്രൈംബ്രാഞ്ച് ചൂണ്ടിക്കാണിക്കുന്നു. കഴിഞ്ഞ ദിവസം
സീഡ് സൊസൈറ്റി ഭാരവാഹികളുടെ മൊഴി ED രേഖപ്പെടുത്തിയിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ സായിഗ്രാം സോഷ്യൽ വെൽഫെയർ കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഓഫീസിലും അതുകൂടാതെ ലാലി വിൻസെൻറ്റിൻ്റെ വീട്ടിലും ആനന്ദകുമാറിൻ്റെ വീട്ടിലും EDയുടെ റെയ്ഡ് ഇപ്പോൾ പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നത്. എന്തായാലും കണ്ണൂരിലെ സീഡ് സൊസൈറ്റി ഭാരവാഹികളാണ് EDയുടെ കൊച്ചി ഓഫീസിലെത്തി ഇക്കഴിഞ്ഞ ദിവസം മൊഴി നൽകിയത്. കണ്ണൂർ സീഡ് സൊസൈറ്റി പ്രൊജക്ട് മാനേജർ, കോർഡിനേറ്റർമാർ എന്നിവർ മൊഴി നൽകിയിട്ടുണ്ട്. ആനന്ദകുമാർ ഉൾപ്പെടെ തട്ടിപ്പിൻ്റെ ഭാഗമാണ് എന്ന് ഭാരവാഹികൾ മൊഴി നൽകിയിട്ടുമുണ്ട്. തനിക്ക് തട്ടിപ്പിൽ പങ്കില്ല എന്നാണ് ആനന്ദകുമാർ ആരോപണം ഉന്നയിച്ചിരുന്നത്. ഇത് തട്ടിപ്പാണ് എന്ന് നേരത്തെ വ്യക്തമായിരുന്നു. ആനന്ദകുമാർ NGO ഫെഡറേഷൻ ആജീവനാന്ത ചെയർമാനാണ് എന്ന വിവരമാണ് നിലവിലിപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. KN ആനന്ദകുമാർ, അനന്തു കൃഷ്ണൻ, ഷീബ സുരേഷ്, ജയകുമാരൻ നായർ, ബീന സെബാസ്റ്റ്യൻ എന്നിവരാണ് NGO കോൺഫെഡറേഷൻ സ്ഥാപക അംഗങ്ങൾ. 5 പേർക്കും പിന്തുടർച്ചാവകാശമുണ്ട് എന്നും രേഖകളിൽ പറയുന്നു. കൂടുതൽ അംഗങ്ങളെ നിർദ്ദേശിക്കാനുള്ള അധികാരവും ചെയർമാനായ ആനന്ദകുമാറിനാണ്. ആജീവനാന്ത ചെയർമാനാണ് എങ്കിലും ആനന്ദകുമാറിന് എപ്പോൾ വേണമെങ്കിലും രാജിവെക്കാം. പുതിയ ആളെ നിർദ്ദേശിക്കാനുള്ള അധികാരവും ആനന്ദകുമാറിനാണ് ഉള്ളത് എന്നും പറയുന്നു. എന്തായാലും ഈ ഒരു വിവരങ്ങളെല്ലാം തന്നെ പുറത്തു വരുന്നതിൻ്റെ അടിസ്ഥാനത്തിലും ഈ കണ്ണൂരിലുള്ള ഭാരവാഹികളുടെ മൊഴി കഴിഞ്ഞ ദിവസം കൊച്ചിയിൽ രേഖപ്പെടുത്തിയതിന് ശേഷവുമാണ് ഇത്തരത്തിൽ EDയുടെ റെയ്ഡ് ഇപ്പോൾ കേരളത്തിൻ്റെ 12 ഇടങ്ങളിലായി, അതായത് ലാലി വിൻസെൻറ്റിൻ്റെയും ഈ പാതി വില തട്ടിപ്പിൻ്റെ സൂത്രധാരനായി എന്ന് കരുതപ്പെടുന്ന ഈ ആനന്ദകുമാറിൻ്റെ വീട്ടിലും സായിഗ്രാം സോഷ്യൽ വെൽഫെയർ കോഓപ്പറേറ്റീവ് സൊസൈറ്റി ഓഫീസിലും ഇപ്പോൾ EDയുടെ റെയ്ഡ് പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നത്. എന്തായാലും 540 കോടിയിലധികം രൂപയല്ല, ഏകദേശം 1000 കോടിയിലധികം രൂപയുടെ തട്ടിപ്പാണ് ഇതിൽ നടന്നിരിക്കുന്നത് എന്ന പ്രാഥമിക നിഗമനവുമുണ്ട്. എന്തായാലും ഈ ഒരു ED കൂടി ഈ ഒരു കേസിൽ ഇടപെട്ടതോടുകൂടി ഈ കേസിൻ്റെ വ്യാപ്തി, ഈ ഒരു തട്ടിപ്പിൻ്റെ വ്യാപ്തി എത്രമാത്രമുണ്ട് എന്ന് വരും ദിവസങ്ങളിൽ കൂടുതൽ വെളിവാകുമെന്ന് വ്യക്തം തന്നെയാണ്. ക്യാമറമാൻ അഖിലിനൊപ്പം അമൽ രുദ്ര, മറുനാടൻ മലയാളി, തിരുവനന്തപുരം.